ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നേ ഒരു പാലുവാഴക്ക ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാണ്. അപ്പം അതിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചത്, ചവ്വരി, സാവുനരി എന്നും പറയും, പിന്നെ രണ്ടാം പാല്, തേങ്ങയുടെ ഒന്നാം പാല്, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഏലക്കായ് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്, പിന്നെ മുന്തിരി. ഇതാ ഗ്യാസ് കത്തിക്കുക, ഉരുളി വെച്ച് രണ്ടാം പാൽ ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളവും വേണം കേട്ടോ. അത് ചവ്വരിക്കനുസരിച്ചാണ് വെള്ളം. ഇതാ കഴുകി ഊറ്റി വെച്ച ചവ്വരിയിട്ട് ലേശം ഒരു പിഞ്ച് ഉപ്പ് വേണം. അത് അടി പിടിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കണം. സാവുനരി വേവുമ്പോൾ അതിലേക്ക് പഴം നുറുക്കിയതിടുക. പഴം നുറുക്കിയത് വെന്ത് കഴിയുമ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരമാണ്. ഏലക്ക പൊടിച്ചതും പഞ്ചസാര ഇടുക. പഴം നന്നായിട്ട് വെന്ത് അലിയണ്ട കേട്ടോ. ഒരു പാകത്തിനുള്ള വേവ് മതി, അധികം വെന്ത് അലിയണ്ട. പഴം കൂടി പാകത്തിന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ തിളച്ചാൽ അതിൻ്റെ രുചി പോകും. അപ്പം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തിള വരാതെ തന്നെ ഒന്ന് ചൂടായി കണ്ടാൽ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ വേറൊരു പാൻ വെച്ച് ഇതിൽ നെയ്യ് ഒഴിച്ച് ചൂടാവുമ്പോൾ, ഇവിടെ നെയ്യ് കുട്ടികൾക്ക് മണം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് നെയ്യ് ഇടുന്നത്. നമുക്ക് ആവശ്യത്തിന് 2-3 സ്പൂൺ നെയ്യ് ഉപയോഗിക്കാം. അതിലേക്ക് ചൂടാകുമ്പോൾ മുന്തിരി ഇളക്കി വറുത്തിട്ട്, ഇവിടെ അണ്ടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുന്നേ മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അണ്ടി ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കാൻ പറ്റും. ബബിൾസായി വരും. കളർ മാറി, മുന്തിരി കളർ മാറി വരുമ്പോൾ അതുകൂടി ഉണ്ടാക്കി വെച്ച പാലത്തിലേക്ക് ഒഴിക്കുക. ഇത്തിരി നേരം മൂടി വെച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ വെച്ച് കഴിക്കാവുന്നതാണ്. എങ്ങനെ, സിമ്പിൾ റെസിപ്പി അല്ലേ? എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കഴിക്കും.